السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ജമാഅത്ത് നമസ്കാരത്തില് ഇമാമിനെ പിന്തുടരുന്നതിന്റെ അവസ്ഥകളാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വൈദാ സജദ ഫസ്ജുദു, ഇമാമ് സുജൂദ് ചെയ്താൽ നിങ്ങളും സുജൂദ് ചെയ്യുക എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമ് സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് വല്ലവനും അറിയാതെ തല ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അവൻ റുക്കോയിലേക്കോ അല്ലെങ്കിൽ സുജൂദിലേക്കോ മടങ്ങുക എന്നുള്ളതാണ്. അത് റുക്കോയിൽ നിന്ന് ഇമാം ഉയരുന്നതിന് മുമ്പ് ഒരാൾ ഉയർത്തി, അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഇമാം ഉയരുന്നതിന് മുമ്പ് എഴുന്നേറ്റാൽ അവൻ തിരിച്ച് അതിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ് അതിന് പരിഹാരമുള്ളത്. കാരണം ബറാഉ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, കുന്നാ നുസല്ലി ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിക്കുമായിരുന്നു. ഫൈദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ലം യഹ്നി അഹദും മിന്നാ ലഹ്റഹു, ഞങ്ങളിൽ നിന്ന് ഒരാളും അവരുടെ മുതുക് താഴ്ത്തുകയില്ല. ഹത്താ യലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബഹതഹു അലൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം നിലത്ത് വെക്കുന്നത് വരെ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങൾ മുതുക് താഴ്ത്തുകയില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പോയി കഴിഞ്ഞ ശേഷമേ ഞങ്ങൾ സുജൂദിലേക്ക് പോകാറുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു സുജൂദിൽ എത്തിയ ശേഷം പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്യും? സുജൂദിലേക്ക് പോകും എന്നാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ സല്ല ജാലിസൻ സല്ലു ജുലൂസൻ അജ്മഈൻ, നബി സല്ലല്ലാഹു അതായത് ഇമാമ് ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് നിസ്കരിക്കണം. അപ്പൊ ഇമാമിന് നിൽക്കാൻ കഴിയാത്ത ആളാണ്, ഇമാമ് ഇരുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ മാമൂമിങ്ങളും ഇരുന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. കാരണം ഇമാമിനെ തുടരണം. ഇമാമ് നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നിൽക്കാൻ കഴിയാത്ത ഇമാമാണെങ്കിൽ നിൽക്കാൻ കഴിവുള്ള ആളെ ഇമാമത്ത് നിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഇമാം ഇരുന്നിട്ട് എല്ലാവരും ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള ഇതിലല്ല. പക്ഷെ നിയമം അങ്ങനെയാണ്, ഇമാം ഇരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇരിക്കണം. ചില പണ്ഡിതന്മാര് ഇമാം ഇരിക്കുകയാണെങ്കിൽ നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഇരിക്കാൻ പാടില്ല, അവരുടെ നിസ്കാരം തന്നെ ബാത്തിലാവും എന്ന് പറയുന്നവരുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ. രണ്ട് അഭിപ്രായത്തിലും വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള. ഇരുന്ന് നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും, കാരണം ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. മറ്റൊരു പറയുന്നത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ്, അവന് ഇരുന്ന് നിസ്കരിച്ചാല് അവന്റെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ രണ്ടും സങ്കീർണമായ ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇമാമ് നിൽക്കാൻ കഴിവുള്ളവൻ തന്നെ നിൽക്കുകയാണ് വേണ്ടത്. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അവര് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഖമില്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു. അപ്പൊ അവിടെ സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശനത്തിന് വന്നതായിരുന്നു. ആ സന്ദർഭത്തിൽ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചു. ഫസല്ല ജാലിസൻ, നബി ഇരുന്നിട്ടാണ് നിസ്കരിച്ചിരുന്നത്. വസല്ല വറാഅഹു ഖൗമുൻ ഖിയാമൻ, കുറെ ആളുകൾ നബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു. നബി ഇരുന്നിട്ടാണ്, ആളുകളൊക്കെ നിന്ന് നിസ്കരിച്ചു. ഫഅശാറ ഇലൈഹിം അൻ ഇജ്ലിസു അൻ ഇജ്ലിസു, അപ്പൊ നബി അവരോട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നമാ ജുഅലൽ ഇമാമു ലിയുത്തമ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിനാണ്. അതുകൊണ്ട് ഫൈദാ റകഅ ഫർകഉ, ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. വൈദാ റഫഅ ഫർഫഉ, ഇമാം ഉയർന്നാൽ നിങ്ങൾ ഉയരുക. വൈദാ സല്ല ജാലിസ ഫസല്ലു ജുലൂസൻ, ഇമാം ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇരുന്ന് നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് അതിലൊരു ഹദീസ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അല്ലാമ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, വൽ അസ്ലു ഫിൽ അംരി അൽ വുജൂബ്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കാൻ കൽപ്പിക്കുകയാണ്. ആ കൽപ്പന വന്നാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം, ഒരു കൽപ്പന വന്നാൽ അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പൊ നബി ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നിർബന്ധമാണ് എന്ന്. ലാ സിയ്യമ വഅന്ന നബിയ അല്ലല ദാലിക ഫി അവ്വലിൽ ഹദീസ്, പ്രത്യേകിച്ച് നബി ഹദീസിന്റെ ആദ്യത്തിൽ അതിന് കാരണം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നമാ ജുഅലൽ ഇമാമു ലിയുത്തമ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരപ്പെടാനാണ്. അപ്പൊ ഇമാം എന്താ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത് എന്ന് ഇമാം ഷെയ്ഖ് അല്ലാമ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അന്നൽ ഇമാം ഇദാ സല്ല ഖാഇദൻ വജബ അലൽ മഅ്മൂമീന അൻ യുസല്ലു ഖുഊദൻ, ഇമാം ഇരുന്നിട്ടാണെങ്കിൽ എല്ലാവരും ഇരുന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഫൈൻ സല്ലു ഖിയാമൻ ഫസലാത്തുഹും ബാത്തില എന്നാണ് ഇമാമുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് ഇമാമ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കാതെ നിന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാകുക തന്നെ ചെയ്യും എന്ന് പറയപ്പെടും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, ഇസ്തഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് സുഖമില്ലാതായി. അസുഖമായപ്പോ ഫസല്ലൈന വറാഹു വഹുവ ഖാഇദ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നിൽ നിസ്കരിച്ചു. വ അബൂബക്കറിൻ യുസ്മിഉൻ നാസ തക്ബീറ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പതുക്കെയാണ് തക്ബീറുകളൊക്കെ ചൊല്ലുന്നത്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഞങ്ങൾക്ക് കേൾപ്പിക്കും. ഫൽതഫത ഇലൈന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി. ഫറആന ഖിയാമൻ, ഞങ്ങളൊക്കെ നിൽക്കുകയാണ്, നബി ഇരിക്കുകയാണ്. ഫഅശാറ ഇലൈന ഫഖഅദ്ന, അങ്ങനെ ഞങ്ങളോട് ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ ഇരുന്നു. ഫസല്ലൈന ബിസലാത്തിഹി ഖുഊദൻ, അങ്ങനെ ഞങ്ങൾ ഇരുന്നു കൊണ്ട് നബിയുടെ പിന്നിൽ നിസ്കരിച്ചു. സലാം വീട്ടിയപ്പോ അവിടുന്ന് പറഞ്ഞു, ഇൻ കുൻതും ആനിഫൻ ലതഫ്അലൂന ഫിഅല ഫാരിസ് വറൂം, റോമക്കാരും പേർഷ്യക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തത്. എന്താ ചെയ്തത്? യഖൂമുന അലാ മുലൂക്കിഹിം, അവരുടെ ഭരണാധികാരികൾ വരുമ്പോ അവൾ ഇരിക്കൂല. അവിടുത്തെ ഗവർണർമാരും ഭരണാധികാരികളും രാജാക്കന്മാരൊക്കെ വന്നാല് അവര് എഴുന്നേൽക്കുക, ഇരിക്കാതെയാണ്. വഹും ഫലാ തഫ്അലു, എന്നാ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. യഅ്തമു ബിഅയിമ്മത്തികും ഇൻ സല്ലാ ഖായിമൻ, നിങ്ങളുടെ ഇമാമുകൾ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക. ഫസൽ വൈൻ സല്ലാ ഖാഇദൻ ഫസല്ലു ഖുഊദൻ, നിങ്ങളുടെ ഇമാം ഇരുന്നിട്ടാണെങ്കിൽ നിങ്ങളും ഇരുന്ന് നിസ്കരിക്കണം എന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഹദീസിന്റെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വാഹനത്തിൽ നിന്ന് വീണു. അങ്ങനെ നബിക്ക് എന്ത് ചെയ്യാണ്? മുറിവ് പറ്റി. നബിയുടെ വലതു ഭാഗത്ത് മുറിവായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? കുറെ നിസ്കാരങ്ങൾ ഇരുന്നിട്ടാണ് നിസ്കരിച്ചത്. അപ്പൊ ആ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളും നബിയുടെ പിന്നിൽ ഇരുന്ന് നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോ അവിടുന്ന് നബി ഇത് പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി എന്നുള്ള ഹദീസ്. അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ ഇമാം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുകയാണ് വേണ്ടത്. എന്നാ ഇതിൽ വേറെ മറ്റൊരു അഭിപ്രായം പറഞ്ഞത്, ഇപ്പൊ ഇമാമ് നിന്ന് നിസ്കാരം തുടങ്ങുമ്പോ നിന്നിട്ടാണ് നിസ്കരിച്ചത്. ഇമാമ് ബാക്കിലുള്ള എല്ലാവരും നിൽക്കുകയാണ്. പിന്നീട് ഇമാമിന് എന്ത് ചെയ്തു? നിൽക്കാൻ പറ്റാതെ ആയിട്ട് അയാൾ ഇരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ ഇരുന്ന് നിസ്കരിക്കേണ്ടതില്ല. നമ്മൾ തുടങ്ങിയത് എല്ലാവരും നിന്നിട്ടാണ്, പിന്നെ ഇമാമിനുണ്ടായ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ ഇരിക്കേണ്ടതില്ല, നിന്നുകൊണ്ട് തന്നെ ബാക്കി നിർവഹിക്കാം എന്നാണ് മറ്റൊരു അഭിപ്രായം. അതേപോലെ തന്നെ ഇതില് ഫുഖാക്കൾ പറഞ്ഞ മറ്റൊരു അഭിപ്രായം, നാട്ടിൽ ഒരു പള്ളിയിലെ ഔദ്യോഗിക ഇമാമാണ്, ആ ഇമാമാണെന്നുണ്ടെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതേപോലെ ഇമാമിന് പിന്തുടരാൻ നിർബന്ധമില്ലാത്ത വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇമാമിന് തെറ്റുപറ്റി. ഉദാഹരണം 4 റക്അത്തുള്ള നിസ്കാരം, അതിന് ഇമാം 5-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാൽ നമ്മൾ അതിന് തുടരാൻ പാടില്ല. കാരണം 5-ാമത്തെ റക്അത്തില്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യം ഇമാമ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തുടരേണ്ടതില്ല. നേരെ മറിച്ച് ഇപ്പോ 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഇരിക്കേണ്ട ഇരുത്തം, ആ ഇമാം ഇരിക്കാതെ എഴുന്നേറ്റു, അപ്പോഴും നമ്മൾ എന്താ വേണ്ടത്? ഇരിക്കാതെ എഴുന്നേൽക്കുക വേണ്ടത്. അവിടെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണല്ലോ വേണ്ടത് പറഞ്ഞിരിക്കലല്ല. ഇമാമ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഇരിക്കാൻ പാടില്ല. അവിടെ തക്ബീർ ചൊല്ലു, തസ്ബീഹ് ചൊല്ലു എന്നല്ല വേണ്ടത്, എഴുന്നേൽക്കുക വേണ്ടത്. ഇമാം നീക്കുന്നതിന്റെ മുമ്പ് വിവരം അറിഞ്ഞാൽ തസ്ബീഹ് ചൊല്ലാം, അതല്ലെങ്കിൽ നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല. അതാണ് ഇതില് ഉള്ളത്. അതേപോലെ തന്നെ ഒരു ഇമാം എന്ത് ചെയ്തു? അബദ്ധവശാല് സലാം വീട്ടി 3 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി, അല്ലെങ്കിൽ 2 റക്അത്തിൽ സലാം വീട്ടി എങ്കില് അവിടെ പിന്നെ മഅ്മൂമിന് എന്ത് വേണ്ട? സലാം വീട്ടേണ്ടതില്ല. കാരണം നിസ്കാരം ഇതായിട്ടില്ല, അവിടെ തസ്ബീഹ് അല്ലേ വേണ്ടത്. അപ്പൊ ഇമാം എന്ത് ചെയ്യണം? പിന്നെ അത് പൂർത്തിയാക്കാണ് വേണ്ടത്. ഇതിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പിന്നെ വിശദീകരിക്കുന്ന ഒന്നുണ്ട്, വത്തഫഖു കുല്ലുഹും അലാ അന്നൽ ഇമാമ ലൗ സല്ലമ ഖതഅൻ, എല്ലാ ഇമാമുകളും ഏകോപിച്ചൊരു കാര്യമാണ്, ഇമാം അബദ്ധവശാൽ തെറ്റായിട്ട് സലാം വീട്ടിയാൽ ലം തബ്തുൽ സലാത്തുൽ മഅ്മൂം, അവിടെ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല, ഇമാമിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ. അപ്പൊ ആ സലാം വീട്ടി നമ്മളും വീട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാവൂല. അതേപോലെ ഇനി 5 വക്ത് ശൈഖുൽ ഇസ്ലാം പറയുന്നത്, വലൗ സല്ലാ ഖംസൻ, ഇമാം 5 നിസ്കരിച്ചു എങ്കിൽ ലം തബ്തുൽ സലാത്തുൽ മഅ്മൂം ഇദാ ലം യുതാബിഹു, ആ ഇമാമിനെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ ഇമാമുമിന്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല. ഫദല്ല ദാലിക്, അതിൽ നിന്ന് നമുക്കറിയുന്നത് അന്ന മാ ഫഅലഹുൽ ഇമാമു ഖതഅൻ ലാ യൽസമു ഫീഹി ബുത്ലാനു സലാത്തുൽ മഅ്മൂം. ശൈഖുൽ ഇസ്ലാം പറയുന്നത്, ഇമാമ് നിസ്കാരത്തിലില്ലാത്തൊരു തെറ്റ് ചെയ്താൽ അതിന് മാമൂം പിന്തുടർന്നിട്ടില്ലെങ്കിൽ മാമൂമിന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. വല്ലാഹു തആല ആലം എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മഅ്മൂം ഇമാമിൽ നിന്ന് ഇമാമിനേക്കാൾ 1 റുക്നോ അല്ലെങ്കിൽ 2 റുക്നോ എന്ത് ചെയ്ത് പിന്തി വന്നു വരുന്നത്, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അപ്പൊ ഇമാമ് നമ്മള് പിന്നെ റുക്കോയിൽ നിന്ന് നമ്മൾ ഉയരുന്നതിന് മുമ്പ് ഇമാം റുക്കോയിൽ നിന്നിട്ട് പിന്നെ ഇമാം സുജൂദുക്ക് പോയി, അപ്പൊ നമ്മളിപ്പോൾ റുക്കോയിൽ നിന്ന് എഴുന്നേൽക്കണുള്ളൂ, നമ്മൾ ഇമാമിനേക്കാൾ ഒരുപാട് പിന്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തില് നിസ്കാരം തന്നെ ബാത്തിലാവുന്നതാണ്. ഇമാമിനെ പിന്തുടരണം, ഇമാമിന്റെ ഒപ്പം പോണം. അതല്ല നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇമാം പോയിക്കോട്ടെ ഞാൻ എന്റെ ഒപ്പം എത്തിക്കോളാം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു സുബ്ഹാനല്ലാഹ് റബ്ബിൽ അദീം എന്ന് പറഞ്ഞാല്
നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റിട്ട് ഇമാമിന്റെ കൂടെ ചെല്ലണം. ഇമാമിന്റെ ഒപ്പം പോവുകയാണ് വേണ്ടത്. അല്ല ഞാൻ എനിക്ക് കുറച്ചും കൂടി ചെല്ലാണ്ട് ഇമാമിനേക്കാളും കുറച്ചും കൂടി ഈമാൻ എനിക്ക് കൂടും എന്ന് കരുതിയാൽ എന്താവും? നമസ്കാരം ബാത്തിലാവും. കാരണം ഇമാമിനെ പിന്തുടരല് നിർബന്ധമാണ് എന്നുള്ളതാണ് പിന്നെ അതിന് ശരിയായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമാമിനേക്കാൾ മനഃപൂർവ്വം ഒരു ഫർള് മുന്തിപ്പോയി. ഇമാം റുക്കോയിലാണ്, ഇയാൾ സമയല്ലാഹുവിനും ഇതൊക്കെ നിൽക്കുകയാണ്, ഇമാമിന് വെയിറ്റ് ചെയ്യുക, കാത്തിക്കാണ്, ഇമാമിന് മുന്നേ പോയി, എന്നാലും നിസ്കാരം ബാത്തിലാവും. അതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇനി മാമൂമുകൾക്ക് സംഭവിക്കുന്ന 4 വിഷയങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.